പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു യുവാവിൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ആ യുവാവിന് അവൻ്റെ മാതാപിതാക്കന്മാർ സ്നേഹവും പരിചരണവും ശ്രദ്ധയും ഒക്കെ നൽകും. പക്ഷേ അവൻ്റെ ജീവിതം അവൻ എന്ത് ചെയ്താലും പരാജയമാണ്. അങ്ങനെയുള്ള അവൻ ഒരിക്കൽ ചുമ്മാ സംസാരിക്കുവാൻ, ഹൃദയം പങ്കുവെക്കുവാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെ നീ വിശ്വസിക്കണം, ദിവ്യകാനീശയിൽ വിശ്വസിക്കണം. നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഇതുവരെ അനുഭവപ്പെട്ട കാര്യങ്ങൾ നീ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടാലും ആ പരാജയത്തെ ദൈവത്തിന് വിജയമാക്കാൻ പറ്റും. ഒത്തിരി എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ അനുഭവങ്ങളെ ഞാൻ അവനോട് പങ്കുവെക്കുകയുണ്ടായി. അവനത് വിശ്വസിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥിക്കുന്നു, അച്ഛനും എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കണം. ഞാൻ അവനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ ഏകദേശം ഒരു 10-18 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം എന്ത് ചെയ്താലും പരാജയമാകുന്ന ഈ മകന് പിന്നീട് പരാജയങ്ങൾ സംഭവിച്ചാലും പരാജയം വിജയങ്ങളായിട്ട് മാറുന്ന അനുഭവങ്ങളെ ജീവിതത്തിലെ അവൻ പ്രഖ്യാപിക്കുകയാണ്, അവൻ വിശ്വസിക്കുകയാണ്, അവൻ ഏറ്റുപറയുകയാണ്. കാരണം അവൻ ദിവ്യകാനനാഥനെ ആശ്രയിക്കാൻ തുടങ്ങി, ദിവ്യകാനനാഥന്റെ ശക്തിയെ വിശ്വസിക്കാൻ തുടങ്ങി. വിശുദ്ധ ജെറോം പറയുന്നു, മരുഭൂമിയിൽ യഹൂദരെ അപ്പമില്ലാതെ പറഞ്ഞയക്കുവാൻ വിസമ്മതിച്ച ക്രിസ്തു സ്വർഗയാത്രയിൽ ദിവ്യകാരുണ്യ അപ്പമില്ലാതെ സുഗമമായ യാത്ര അസാധ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അതുവഴി ചെയ്തത്. അതായത് മരുഭൂമിയിലെ ആ മന്ന ഭക്ഷിച്ചവരെല്ലാം മരിച്ചു. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് പരിശുദ്ധ കുർബാനയുടെ ശക്തി അനുഗ്രഹമായിട്ട് മാറും. അത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. വിശുദ്ധ ഫിലിപ്പിയരിൽ പറയുക, സക്കാരിയിൽ നിന്ന് നിർഗളിക്കുന്ന പർദീസയുടെ പരിമളം നീ അറിയണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം തിരുവചനം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയാണെന്ന് വെളിപ്പെടുന്നു. നമുക്ക് ദിവ്യകാനനാഥന്റെ സഹായം തേടാം, നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം. ആ ജീവിതത്തിന്റെ പരാജയങ്ങൾ വിജയങ്ങളാക്കുവാൻ ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് മാത്രമേ സാധിക്കൂ. നമ്മൾ എന്നും പരാജയപ്പെട്ടാൽ നമ്മുടെ ജീവിതം തന്നെ നിരർത്ഥകമാകും, ഒപ്പം അതിൽ സന്തോഷം നശിക്കും, പ്രത്യാശ ഇല്ലാതാകും. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയം കയ്പുകൾ നുകരുന്ന മക്കൾ എപ്പോഴും ദിവ്യകാനനാഥനിൽ ആശ്രയം വെച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. അവിടുന്ന് നമ്മളെ ഉയർത്തും, അവിടുന്ന് നമ്മളെ വളർത്തും, അവിടുന്ന് നമ്മുടെ മണ്ടത്തരങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റും. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാരുണ്യമേ